അപ്പൊ ഗയ്സ് ഞാനും സഞ്ജുവും കൂടെ എന്റെ മമ്മീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയല്ലോ സഞ്ജു. ഇതിന് നോർമൽ എത്ര രൂപ? 3 lakh 4 lakhs അല്ലേ? ഓ പൊളിയേ. ഞാനോ ഇത്ര പാവായി പോയോ നീ? So ladies and gentlemen, boys and girls, today we are gonna get a puppy. അപ്പൊ ഗയ്സ് ഞാനും സഞ്ജുവും കൂടെ എന്റെ മമ്മീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയല്ലോ സഞ്ജു. പിന്നെ അല്ലെങ്കിൽ തകർക്ക്. അപ്പൊ നമ്മളത് ഇവരെയാണ് അങ്ങ് എടുക്കണത് കേട്ടാ. എടാ ഓ ഭയങ്കര ക്യൂട്ട് പപ്പി കേട്ടാ. നോക്കി 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 കിസ്സൊക്കെ തരണേ. സഞ്ജു ഇവിടെ കൊറേ പട്ടികളുണ്ട് കേട്ടാ. താഴത്തേക്ക് പോയിക്കാം. എന്തായാലും നമ്മൾ വീട്ടിൽ പോണതിന് മുമ്പ് നമ്മുടെ ഡോഗിനെ എന്തായാലും ഇവിടെ നല്ല വലിയൊരു ക്ലീൻ ചെയ്ത് തരും. ഗൈസ് ഇതാണ് നമ്മൾ എടുത്ത പപ്പിയുടെ ഫാദർ കേട്ടാ. ഇതിന് നോർമൽ എത്ര രൂപ? 3 lakh 4 lakhs അല്ലേ? ഓ പൊളിയേ. ഗൈസ് ഇത് അടിപൊളി. ഇത് ഓടിപ്പോണ മറ്റേ തലയുടെ ഒക്കെ ഇങ്ങനെ ഓടിപ്പോകത്തില്ലേ, അതേ കണക്കിരിക്കുന്നു ഇത് ഓടിപ്പോകുമ്പോ കാണാൻ. ഗൈസ് ഒരു വലിയ പട്ടി, അതുകൊണ്ട് ഞാൻ ഇവളും കൂടെ പേടിച്ചിരിക്കുവാണ്. ഓ ഭയങ്കര സൈസ്. ഇതെന്തോ ഗോൾഡൻ റിട്രീവർ. ഒരു പശുവിന്റെ അത്ര ഉണ്ട് ഗൈസ്. ഇത്ര പാവായി പോയോ നീ? പട്ടിക്ക് നറുട്ടോ നേരിട്ടല്ല. ഇതിലവൻ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ വെളുത്തി ചൂടുത്ത് അപ്പൊ കഴിച്ച് നമ്മുടെ പപ്പിനെ ഇപ്പൊ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ണിന്റെ അവിടേക്ക് ഹെയർ ഒക്കെ കളഞ്ഞോട്ടെ. ഒരു ഭയങ്കര ഒരു പാവന കണക്കുണ്ടല്ലേ. ഓ ഗൈസ് അടിപൊളി, ഭയങ്കര ക്യൂട്ടി കേട്ടോ. ഇവൻ അവൻ ഓടിപ്പോണേ കാണാൻ നല്ല ക്യൂട്ടാ. അങ്ങനെ നമ്മൾ പട്ടീനെയൊക്കെ വാങ്ങി എല്ലാം സെറ്റ് ആക്കിയത്. അമ്മേനെ കൊച്ചിനെയൊക്കെ വണ്ടിയുടെ അകത്ത് എനിക്ക് സത്യം പറഞ്ഞ ഇതിനെ കണ്ടിട്ടേ ഭയങ്കര ക്യൂട്ടി 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 പോയാ കിടന്നു. വെൽക്കം ടു അവർ ക്ലബ് എന്നാണ് ഞാൻ പറഞ്ഞത് കൊച്ചിനോട്. Babush, babush, babu, babu. Arenka. അപ്പൊ നമ്മൾ ഡോഗിയുടെ പപ്പിയുടെ പേരെന്ന് പറഞ്ഞാൽ ഷിറ്റ്സു എന്നാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ ആദ്യത്തെ ഫസ്റ്റ് കാർ ഡ്രൈവ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. പക്ഷെ ചെറുക്കനാണെങ്കിൽ അടിപൊളിയായിട്ട് കൂളായിട്ട് ഇവിടെ മടി തന്നെ എന്നിട്ട് ഇവിടെ കൊച്ചൊക്കെ ഇരിക്കണമെങ്കിൽ ഇരിക്കുവായിരുന്നു ചേട്ടാ. എന്നിട്ട് ഇവിടെ പറയണ്ടായിരുന്നു ഇവര് കൊച്ചിന് ടേക്ക് കെയർ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു?
ഭയങ്കര പാവം തോന്നണെന്ന് അനങ്ങാണ്ട് പേടിച്ചൊക്കെ ഇരിക്കണത്. ഇവളാണെങ്കിൽ ഇപ്പഴേ ഭയങ്കര ഇത് മറ്റേ ഇതിന്റെ ഹീറ്റൊക്കെ ചെയ്ത് ഇതിന്റെ അഴുക്കൊക്കെ കളഞ്ഞപ്പോ ഇത് കിടന്ന് കാറൊക്കെ ചെയ്ത് അയ്യോ എന്നൊക്കെ പറഞ്ഞു വായിക്കോ മതി എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യലെന്നൊക്കെ പറയണത്. അതൊരു നമ്മുടെ കൊച്ചിനെ നമുക്ക് അത് കരയുമ്പോ വിഷമം വരില്ലേ സഞ്ജു? പിന്നെ ഗൈസ് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പപ്പിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഹെയറി ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ മമ്മിക്കുള്ളതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കണം. കാരണം ഓൾറെഡി ഇവരുടെ വീട്ടിൽ ഒരു പപ്പി ഉണ്ട്. എന്ത് പറയുന്നത്? ജിമ്മി ക്രോക്കസ് സ്പാനിയൽ. ക്രോക്കസ് സ്പാനിയൽ ഭയങ്കര റെയർ ആണ്. ഭയങ്കര 2-3 ടൈപ്പ് ഉള്ളതൊക്കെ ഇവള് കഴിഞ്ഞത് തള്ളിയല്ലേ. എന്താ തള്ളി എന്ന് പറഞ്ഞ? ഇല്ല അത് രാഷ്മിക ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ഹെയറിയാണ്. എസിയുടെ അടിയിലൊക്കെ കിടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് അത് ചൂടത്തൊന്നും ഭയങ്കര ഇതൊന്നുമല്ല ഇതിന്റെ നെറ്റിക്കുന്ന ഒരു സംഭവം. എന്റെ ജിമ്മിക്ക് അതായത് ഇവന് ഈ നെറ്റിയുടെ കൂടെ ഇങ്ങനെ സെന്ററിൽ ഒരു വൈറ്റ് ലൈൻ ഉണ്ട്. അതൊക്കെ ഭയങ്കര റെയർ ആണ്. അങ്ങനെയുള്ള ക്രോക്കസ് സ്പാനികളൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് പറയുന്നത്. എന്നൊക്കെയാണ് പറയണത്. എനിക്കറിയത്തില്ല ഗൈസ്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഡോഗ്സ് ആക്ച്വലി. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചത്. സൂപ്പർ ആയിട്ട് ഭയങ്കര സൂപ്പർ എന്ന് പറയാം. എക്സ്ട്രീം സൂപ്പർ ക്യൂട്ടിയാണ് ഇവൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര എന്തോ നോക്കണം മാഡം ഇറങ്ങിയാലും അടിപൊളി ട്രീറ്റിംഗ് കേട്ടോ സഞ്ജുവിന്റെ. ഞങ്ങൾ ആദ്യമായിട്ട് ജ്യൂസ് കുടിക്കാൻ പോവാട്ടോ കൊച്ചിനെ കൊണ്ട്. കൊച്ചിനെ കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ എന്നെ കാണാൻ. ചാടി പോണേ എന്റെ കൊച്ചിനെ എല്ലാരും കണ്ണു വെക്കും കേട്ടോ. നമ്മുടെ തേനിങ്ങി പോര് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉഴിഞ്ഞിടാം കേട്ടാ. ഓക്കെ എല്ലാരും നോക്കണ്ട നമുക്ക് പോയാലോ. നമുക്ക് കാറിൽ പോയി കുടിക്കാം. ഇവര് ജ്യൂസ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഷുഗർ ഒക്കെ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ മറ്റേ എന്താണ് സ്കിന്നും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഹെയർ ഫോൾ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നോർമൽ ചോക്ലേറ്റ്സ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചോറ് കൊടുക്കാൻ പറ്റത്തില്ല. പ്രത്യേക ഫുഡൊക്കെ വേണം. അത് കൊടുക്കില്ല. കുട്ടികളൊക്കെ ഉള്ള പോലെ ഞാൻ നോക്കണ്ടേ കേട്ടാ. സഞ്ജു പറ്റില്ല. പിടിച്ചേ. ഓ നിങ്ങളെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടാ. കുഞ്ഞു കുട്ടികളൊക്കെ എങ്ങനെ ക്യാരി ചെയ്ത് രണ്ടുപേരും കൂടെ പോടാ. അവർക്കൊക്കെ ഞാനൊരു ബിഗ് സല്യൂട്ട് അമ്മമാരെ. കുറച്ചേരം അച്ഛൻ നോക്കും. പിടിക്ക് നോക്കട്ടെ ജ്യൂസ്. സഞ്ജുന് കുട്ടി ഉണ്ടായി ഇങ്ങനെ നോക്കണം. ഒരു സൈഡില് പിടിച്ചു വെച്ചിട്ട് കളിപ്പിച്ചോളൂ. പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു. കൊള്ളാം കേട്ടാ. എനിക്ക് തരണമെന്നുണ്ട് പക്ഷെ വേണ്ട കേട്ടോ. കുഞ്ഞു വാവയല്ലേ ബേബിയല്ലേ. പിന്നെ തരാവേ. പോവാം നമുക്ക് കോട്ടയത്ത് പോവാം. കോട്ടയത്ത് പോവാം. അവിടെ നിനക്കൊരു ചേട്ടനുണ്ട്. എൽഡർ ബ്രദർ. യെസ് your elder brother is there, you know. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നേരെ ഞാൻ ഇവള് നമ്മുടെ ഷിറ്റ്സു ബേബി ആയിട്ട് നേരെ കോട്ടയത്ത് പോകാൻ പോവാണ്. നേരെ ഇവളുടെ വീട്ടിലോട്ട് പോകാൻ പോകണം. ഇവിടെ ആ മമ്മിക്കുള്ള നമ്മൾ ഇന്ന് സർപ്രൈസ് ചെയ്യാൻ പോവാണ്. പുള്ളിക്കാരി ഇതിനെ കാണുമ്പോൾ ഞെട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇവന് ചേട്ടനൊക്കെ ഉണ്ട്. എൽഡർ ബ്രദർ നോക്കിക്കോളൂ ഇവനെ. സ്പാനിയലോ അങ്ങനെ നിക്കണോക്ക്. എല്ലാരും നോക്കണം എന്റെ കൊച്ചിനെ. ചെക്ക നീ എന്തോ ആലോചിക്കുന്നത്? എന്തോ ആയിരിക്കില്ലേടി ആലോചിക്കുന്നത്? എടാ എനിക്ക് ഇപ്പൊ ചെറുതായിട്ട് വിഷമം അടിക്കണേ. എന്തോ പറ്റി? എടാ ഇതിന്റെ അച്ഛന്റെ അടുത്തുണ്ടല്ലേ കൊണ്ടുവന്നേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഞാൻ ആലോചിക്കത്തില്ല. എന്നെ നിങ്ങൾ എങ്ങോട്ടാ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോണേ? നിങ്ങൾ എന്റെ അച്ഛന്റെ അടുത്തുനിന്ന് എങ്ങോട്ടാ കൊണ്ടുപോണേ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഇങ്ങനെയൊക്കെ ആലോചിക്കത്തില്ലേ? അതിനുള്ള ബോധം ഉണ്ടോ ഇപ്പൊ പട്ടിക്ക്? വിഷമിച്ചിരിക്കണ പോലെ തോന്നണില്ലേ? ഞാൻ പൊളിക്കാൻ പോവാണ്, ഞാൻ തകർക്കാൻ പോവാണ്. അങ്ങനെ നിന്റെ കൂടെ ഇരുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് പെരുവട്ടികളാ, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ദുൽഖറിന്റെ അച്ഛനില്ലായിരുന്നു.
ഞങ്ങൾ രണ്ടുപേരും രണ്ട് വണ്ടിയിലാണ് കേട്ടോ. കാരണം ഇവൾക്ക് കാറുണ്ട്, ഞാൻ എൻ്റെ വണ്ടിയിലായതുകൊണ്ട് ഇവരെ നമ്മുടെ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവളാണെങ്കിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ എൻ്റെ മോൻ എന്തെന്നൊക്കെ പറഞ്ഞ് നോക്കാൻ വരുന്നുണ്ട്. കാരണം പറയാൻ പറ്റത്തില്ലേ, സഞ്ജന്റെ ഓടിയിലും മോനൊക്കെ തെറിച്ച് അപ്പുറത്തെത്തും. തുമ്മിയോ ഇത്? ആ, രണ്ടു വട്ടം തുമ്മിഴി. അത് AC കൂടുതലിട്ടാ കുറച്ച് കുറയ്ക്കും. ഓ, കേറിയാൻ നോക്കിയോ. എങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചുണ്ടായിരുന്നു എന്തോ ഇരിക്കൂടി. ഞാൻ കൊച്ചിന് മനസ്സിലാക്കി എത്തിച്ചോളാം കേട്ടോ. അതൊക്കെ പോ. ഓക്കെ, അങ്ങനെ നമ്മളിത് നന്നുവിന്റെ വീടെത്താറായി. നമ്മളിത് പട്ടിക്കുട്ടീനൊക്കെ എടുത്ത് വണ്ടിയുടെ ബാക്കിലായി. ഇവിടുന്ന് എടുത്തേക്ക് വണ്ടിയുടെ ഡിക്കിക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നുവിന്റെ മമ്മി, ഞാൻ ആക്ച്വലി അലൈവ് വീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷെ ഈ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ കാണിക്കാം. എന്നാലും അത് കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് വിളിച്ചിട്ട് അതിന്റെ നമുക്ക് ഡിക്കി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സർപ്രൈസ് ചെയ്യാം. അതാണ് എന്റെ ഐഡിയ. പെട്ടെന്ന് കിട്ടിയ ഐഡിയ ആണ്. എന്താവും അറിയത്തില്ല, എന്തായാലും സർപ്രൈസ് ചെയ്യാം നമുക്ക്. അലൈവിൽ എങ്ങനെയുണ്ട് മമ്മി? കൊള്ളാം ശരിക്കും. പക്ഷെ ഇപ്പൊ പൊടി പിടിച്ചിരിക്കുക കേട്ടാ. അതിപ്പോ പൊടി പിടിച്ചിരിക്കുക. അത് ചെറുതായിട്ട് ഒരഞ്ഞൊന്ന് ചെറുതായിട്ട് അതിന്റെ ഇതുപോലെ ബാക്കി സ്പോയിലർ ചെയ്തിട്ടുണ്ട് ഏറ്റവും പുറകില്. Yeah, surprise, surprise! ഇതാണ് നിന്റെ അമ്മ. ഞാൻ തന്നു. ഇഷ്ടപ്പെട്ടോ ഷിറ്റ്സു? എങ്ങനെയുണ്ട് ചെറുക്കൻ? കൊള്ളാവാ? ഇത്രയും നേരം ഞങ്ങള് നോക്കി നോക്കി വണ്ടി സ്ഥലത്ത് നിർത്തി അത് ഉറങ്ങുന്നുണ്ടോ, അത് എണീറ്റോ, വണ്ടി കൊച്ചിനെ നോക്കണ പോലെ ഞങ്ങൾ നോക്കി നോക്കി കൊണ്ടുവരുമായിരുന്നു. ജിമ്മിന് ജിമ്മി എങ്ങനെ പിടിച്ച് കടിക്കുവായിരുന്നു. ഗൈസ്, ഇതാണ് ഇവളുടെ ജിമ്മി. എന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. അവൻ കടിക്കുവോ? ഇല്ലല്ലോ. ഇല്ലായിരിക്കും തോന്നുന്നു. ജിമ്മി, നിന്റെ പുതിയ അനിയൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ പട്ടിക്കുട്ടിനെ നിലത്ത് നമ്മുടെ വീട്ടിലോട്ട് കാല് കുത്തിക്കാൻ പോവാണ്. ജിമ്മി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഇല്ലല്ലോ, വാലക്കാട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ചില്ലാണ്. ജിമ്മി നമ്മുടെ വീട്ടിലാ. നമുക്ക് അടിക്കണുണ്ടോ? പിന്നെ ഞാൻ ഷൂ ആയതുകൊണ്ട് സീനില്ല എനിക്ക്. കാഴ്ച കടിയനാട്ടാ. ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കഴിച്ച് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. സ്വത്തിന്റെ മമ്മിയാണെങ്കിൽ അടിപൊളിയായിട്ട് എന്തോ ബീഫ് ഫ്രൈയും പിന്നെ മോര് കാച്ചിയത്, പിന്നെ പച്ചമോരും, പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇൻക്ലൂഡിങ് പപ്പടം. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലൂടെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പപ്പടം കൂടി കിട്ടിയിരുന്നേ പൊളിച്ചേനത്. പക്ഷെ സംഭവം കിട്ടിയല്ല. അങ്ങനെ എന്റെ ഫേവറേറ്റ് ബീഫ് ഫ്രൈ വന്നിരിക്കുകയാണ് കുട്ടാ. അങ്ങനെ കഴിച്ച് നമ്മുടെ ഷിറ്റ്സുനെ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മമ്മി കൂൾ എന്താണ് പറയാനുള്ളത്? നല്ല സൂപ്പർ ആയിരിക്കുന്നു. എനിക്ക് ഭയങ്കര അതിശയപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരുമെന്നുള്ള കാര്യം. അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കൊച്ചിനെ നോക്കണ പോലെ നോക്കിട്ട് വരുമായിരുന്നു.
നീ നോക്ക് നോക്ക് തരാം ഫുഡ് തരാം നോക്ക് 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 നമ്മുടെ ചെക്കനെ ഒഴിച്ചിരിക്കുന്നുണ്ടോ ജിമ്മി come here ജിമ്മി ഒരു മോനെ അങ്ങനെ കുറച്ച് അനുസരണമുള്ള എന്റെ ജിമ്മിക്കുട്ടനുണ്ട് ഇത് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ഞാൻ പോവാണ് കേട്ടോ. മമ്മി ഞങ്ങളുടെ സർപ്രൈസ് എന്തായാലും മമ്മിക്കുള്ളിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ചെറുക്കനെ അടിപൊളിയായിട്ട് നോക്കണേ. അതല്ല ഇതിന്റെ പേരെന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് മമ്മിക്കുള്ളും ഇവളും എല്ലാരും കൂടെ ഇടുന്നതാണ് കേട്ടോ. 28 കെട്ടുണ്ടായിരിക്കുന്ന 28 കെട്ടിന് വിളിക്കാന്ന്. അപ്പൊ ഗൈസ് ഞാൻ പോവാട്ടോ. ബൈ.